ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ പാചകവിശേഷങ്ങളുണ്ട്, വളപ്പിലെ കിളികളുടെ വിശേഷങ്ങളുണ്ട്. പിന്നെ ഞാനിന്ന് എൻ്റെ സ്വന്തം വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളുമുണ്ട്. എല്ലാവരും ലൈക്ക് ഇട്ട് വീഡിയോ കാണണേ. ലൈക്കിനും പ്രാധാന്യമുണ്ട് എന്നാണ് പറയുന്നത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. അടുക്കളയിൽ വന്ന് കയറി. ഇന്ന് പ്രത്യേകിച്ച് പാചകമൊന്നും ഉണ്ടാക്കണില്ല, വീട് വരെ ഒന്ന് പോവുകയാണ്. അപ്പോൾ അടുക്കളയിൽ വന്ന് കയറി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, പാലൊക്കെ ചേർത്തു. പിന്നെ പ്രത്യേകിച്ച് ഇന്ന് പുതുതായിട്ടൊന്നും രാവിലെ പാചകമില്ല. കാരണം ഇന്നലത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പോൾ അത് ഞാൻ ആവിപ്പാത്രത്തിൽ വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇടിയപ്പം ഉണ്ടായിരുന്നു, അപ്പോൾ അത് ആവിപ്പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ പുട്ടിന് നനച്ച കുറച്ച് പൊടി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അത് നനച്ചത് പുറത്തെടുത്ത് വെച്ചേക്കുക, ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ അതെല്ലാവരും പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുറച്ച് തേങ്ങ ചിരട്ടി പിട്ടായിട്ട് ഇതാക്കാന്നില്ലേ. അപ്പോൾ എളുപ്പപ്പണിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇഡ്ഡലി പാത്രത്തിൽ ഇപ്പോൾ ഒരിത്തിരി പിടി, പിന്നെ 2 നൂലപ്പം, അങ്ങനെ അതൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിങ്ങനെ മാറ്റുമ്പോൾ തേങ്ങ അങ്ങോട്ട് ചിരണ്ടിയിട്ട് തേങ്ങ കൂട്ടി ഇളക്കി. പഴയ കാലങ്ങളിലൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അതാ, പിട്ട്. അപ്പോൾ പിട്ടായിട്ട് ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടിരിക്കണേ. ചേട്ടാ തേങ്ങ ഇരണ്ടി തന്നേട്ടാ, തേങ്ങ ഇരണ്ടി തന്നേ. ഒരു വഴിക്ക് പോകാനുള്ളതുകൊണ്ട് അങ്കിളിനെ സഹായത്തിന് വിളിച്ചതാണ്. മഴയെങ്ങാനും ഇടയ്ക്ക് പെയ്താലോ, അപ്പം മഴയ്ക്ക് മുന്നേ ഇവിടെ നിന്ന് പോകണം എന്ന് തീരുമാനിച്ചാണ് കാലത്ത് തുടങ്ങി പെട്ടെന്ന് പണി തീർക്കാൻ നോക്കുന്നത്. ചായ എടുത്തു കഴിഞ്ഞാൽ പിന്നെ, ചായ കൂടി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പോകാലോ. ഒന്നാമത് യാത്ര പോകുമ്പോഴൊക്കെ എന്തൊക്കെ കുടുംബത്തിൽ നമ്മൾ ഒതുക്കി വെച്ചിട്ട് വേണം പോകാനായിട്ട്. അതിൻ്റെ ഒരു തിരക്കും എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചായ റെഡിയായി. അപ്പോൾ ചായ അരിപ്പയിൽ ഊറ്റി മാറ്റി വയ്ക്കുകയാണ്. പിന്നെ അതിനകത്ത് പഞ്ചസാര ചേർത്ത് ആങ്കിളിനെ കൊണ്ട് ഒന്ന് ആക്കി അടുപ്പിച്ച് പതപ്പിച്ച് ചായ കഴിക്കണം. ചായ നീട്ടി അടിച്ചു കഴിയുമ്പോൾ ചായക്ക് ഒരു പ്രത്യേക രുചിയാണ്. പിന്നെ എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് നന്നായിട്ട് സാരിയൊക്കെ ഉടുക്കണമെങ്കിൽ ഇത്തിരി സമയമൊക്കെ വേണം. പെട്ടെന്നൊന്നും ഒരു മടക്കി വെച്ചേക്കണ സാരിയൊന്നും എടുത്ത് അത് ശരിയാകില്ല. അത് ഉടുത്ത് മാറി വെച്ചിരിക്കുന്ന ഞൊറിയൊക്കെ പിൻ ചെയ്തിട്ടേക്കണതാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. ആവിപ്പാത്രത്തിൽ മുൻപ് വെച്ചതൊക്കെ റെഡിയായി.
ഇനി അത് കോരി എടുത്തിട്ട് നൂലപ്പം, വലിയ നൂലപ്പാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിരുന്നത്. പിന്നെ പിടിയും നന്നായിട്ട് ആവി കയറി. അപ്പോൾ അതുകൂടെ മാറ്റിയിട്ടാണ് ഞാൻ തേങ്ങ പൊടിയിൽ തിരുമ്മി ആവിയിൽ വെക്കുന്നത്. പൊടി ഇന്നലെ നനച്ചതിൽ ബാക്കി വന്ന പൊടിയാണ്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിരുന്നു. അപ്പം ആ പൊടിയാണ്. ഇനിയിപ്പോൾ തേങ്ങ ഇത്തിരി ഉണ്ട്. അപ്പോൾ ആ തേങ്ങ കൂട്ടി തിരുമ്മിയ വെച്ചാൽ വേണമെങ്കിൽ കഴിക്കാമല്ലോ. അങ്കള് ചായ എടുത്ത് അടിച്ച് വെച്ചിട്ട് അങ്കളിന് കഴിക്കാനുള്ളത് എടുത്തിട്ട് ചായയും എടുത്തിട്ട് പോയി. അപ്പം എനിക്ക് ഇത്തിരി പണീൻ്റെ പൊടി വാരി ഇടണമല്ലോ. അപ്പം ആ പൊടിയൊക്കെ വാരിയിട്ട് മൂടിയോടെ വെച്ചിട്ട് ചായ കുടിക്കാൻ പോയിരുന്ന പിന്നെ ചായ കുടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇത് റെഡി ആവുമല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് അടുക്കളയൊക്കെ ഒന്ന് മെനയാക്കി ഡ്രസ്സ് മാറാൻ പോകണം. ഒരുമാതിരിപ്പെട്ട ക്ലീനൊക്കെ അങ്ങോട്ട് ചെയ്ത് വെച്ച് പോകാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി വരുമ്പോഴത്തേനും സമയം ഉണ്ടാകില്ല. അപ്പോൾ വെല്ലോണമൊക്കെ ഒന്ന് തൂത്ത് വാരി മാറ്റി വെച്ചുകൊണ്ട് ഉള്ള പാത്രങ്ങളും തേച്ച് കഴുകിയാൽ വെച്ചും കൊണ്ട് പോയാൽ പിന്നെ തിരിച്ച് വരുമ്പോൾ അടുക്കളയിൽ വരുമ്പോൾ ഒരു മെന ഉണ്ടാവുമല്ലോ. പിന്നെ വലിയ പാത്രങ്ങളൊന്നും കഴുകാനില്ല. ഉള്ളതെല്ലാനും അപ്പം കഴുകി നീക്കി വെച്ച കാരണം പിന്നെ നിസ്സാരം പാത്രങ്ങളേ ഉള്ളൂ. പിട്ട് ഇളക്കി കൂട്ടിയിടുകയാണ്. ശരിക്കും പൊടി കട്ട കുത്തിയാണല്ലോ ഇരിക്കുന്നത്. അപ്പം നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിട്ടിന് ആവി വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ ഇത് ഇളക്കി കൂട്ടി തട്ടിപ്പൊത്തി ഒക്കെ വെച്ച് മൂടി വയ്ക്കും. പണ്ടൊക്കെ ഞങ്ങൾ ബണ്ട് കെട്ടിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എൻ്റെ രണ്ടാമത്തെ ആങ്ങളയുടെ വീടാണ്.
അപ്പം ഇന്ന് ഒരു ഒത്തുകൂടൽ ചടങ്ങിന് ഞങ്ങൾ വന്നതാണ്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാവരുമായിട്ട് ഒന്ന് ഒത്തുകൂടി പോകുന്നു, അത്രേ ഉള്ളൂ. വേറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഊത് എന്ന മരങ്ങളാണ് നിൽക്കുന്നത്. ആ വലിയ മരം പ്ലാസ്റ്റിക് ഒക്കെ വെച്ച് കവറൊക്കെ കെട്ടിയിരിക്കുന്ന ഒരു മരം കണ്ടില്ലേ, അതുപോലത്തെ ഒരു 3 മരം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. അതിവിടെ തൊട്ടടുത്ത് തന്നെയാണ്. ഊത് എന്നാണ് പറയുന്നത് ഇതിൻ്റെ പേര്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്, കാണുന്നതും. അപ്പോൾ അതിൻ്റെ തൈക്കളൊക്കെയാണ് അവിടെ ചുറ്റിനും നിൽക്കുന്നത്. ഇവിടെ നിന്നും സെയിലുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടവർക്കൊക്കെ ഇവിടെ വന്ന് ചോദിക്കാട്ടോ. ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ ആവുമ്പോൾ വാങ്ങാൻ എളുപ്പമുണ്ട്. അത്തറുണ്ടാക്കാനായിട്ട് ഇതിൻ്റെ കാതൽ ഉപയോഗിക്കും. 4 തൈക്കൾ ഞങ്ങൾക്ക് തന്നു. കൊണ്ടുപോയി നടാന്ന് കരുതി ഞങ്ങൾ കുറച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനെക്കുറിച്ച് അറിയാവുന്നത് കേൾക്കാം നമുക്ക്. ഇത് എത്ര നേരം ഇപ്പൊ ഇവിടെ അടുത്തുണ്ട്? 1 2 3 3 ഇത് എത്ര വർഷം കൊണ്ട് ഇത്രയായ? 10 വർഷം കൊണ്ട്. ഇതിപ്പോ ഈ കടയ്ക്ക് വെച്ച് കെട്ടിയിരിക്കുന്നത് എന്തെന്നാ? പ്ലാസ്റ്റിക് വെച്ച് കെട്ടിയാണത്. അതെ, ഇതിന് കുത്തിവെപ്പ് എടുത്തു. അപ്പൊ ഈ കുത്തിവെപ്പ് എടുക്കുന്നത് എങ്ങനെയെല്ലാം ഇവര് കേൾക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞാൻ പറയുന്നത്. അതില്ലെങ്കിൽ ഇത് ശരിയാവൂലേ? ഈ മരങ്ങൾ ആസാമിലാണ് കൂടുതലുള്ളത്. ഇവിടെ നമ്മുടെ കേരളത്തിലൊന്നും ഇത് ഇല്ല എന്നാണ് പറയുന്നത്. അവിടെ ഇത് വണ്ടാണ് ഈ മരം തുളച്ച്. ഇവിടെ ആ ഫംഗസ് ഇല്ല, ആ വണ്ടില്ല. അപ്പൊ ഈ കുത്തിവെപ്പ് എടുക്കണേന് രൂപ എത്രയാ? കുത്തിവെപ്പ് എടുക്കണേന് പല കമ്പനിക്കാരും പല റേറ്റാ. നമ്മള് വെക്കണത് വെറുതെ വെക്കണത് വെറുതെ ആവില്ല. അപ്പൊ ഇത് എനിക്ക് ഒരു 2 ഡോസ് മേടിച്ചു കഴിഞ്ഞാൽ 3300 ഒരു ബോട്ടിലിന് 2000 രൂപ. കമ്പനിയുടെ നല്ല കമ്പനിയുടെ. വണ്ട് ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഈ മരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്ത് കയറ്റുന്നത്. ഇതിൻ്റെ ഓയിലാണ് അത്തറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നതെന്ന് തോന്നണു കേട്ടോ. അപ്പൊ പറയുന്നത് ഇതില് ഒരു വണ്ട് വന്ന് കയറണം എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഈ നാട്ടിൽ ഈ മരങ്ങൾ ഇല്ലാത്ത കാരണം ഇവിടെ ആ വണ്ടില്ല. അപ്പം അതുകൊണ്ട് അത് പകരമായിട്ട് നമ്മൾ ഇതിന് എന്തോ മരുന്ന് കുത്തി ഫംഗസിനെ കയറ്റി വിടണമെന്നാണ് പറയുന്നത്. അതിന് ഒരിത്തിരി ചിലവുള്ള കാര്യമാണ്. പിന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുകയാണ് കേട്ടോ.